നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7 മണിക്ക് ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നുണ്ട്. അതിനിർണായകമായ പോരാട്ടമാണ്. ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിലാണ് അക്കളി. എന്ത് സംഭവിക്കും? തോറ്റാൽ ഓസ്ട്രേലിയ പുറത്തേക്ക്. മാത്തമാറ്റിക്കലി എപ്പോഴും ഓസ്ട്രേലിയക്ക് സാധ്യതയുണ്ടെങ്കിലും പിന്നെ ഒരു മിറാക്കിൾ സംഭവിക്കണം. ഇപ്പോൾ ആ ഗ്രൂപ്പിലെ സ്ഥിതി എന്താണെന്നറിയോ? ശ്രീലങ്ക കളിച്ച 2 കളിയും വിജയിച്ച് 4 പോയിൻറ്റോടെ +3.125 നെറ്റ് റൺ റേറ്റോടെ ഒന്നാം സ്ഥാനത്താണെങ്കിൽ, സിംബാബ്വെ കളിച്ച് 2 കളിയും ജയിച്ച് 4 പോയിൻറ്റോടെ +1.984 നെറ്റ് റൺ റേറ്റോടെ രണ്ടാമതാണ്. ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് സിംബാബ്വെ വലിയ അട്ടിമറി നടത്തിയിരുന്നു. അതിൻ്റെ ഫലമാണത്. ഓസ്ട്രേലിയ കളിച്ച 2 കളി, 1 ജയം 1 തോൽവി, 2 പോയിൻറ്റ് മൂന്നാമത്. അയർലൻഡിനും കളിച്ച 3 കളിയിൽ നിന്ന് 1 വിജയത്തോടെ 2 പോയിൻറ്റ്. ഒമാന് കളിച്ച കളിയൊക്കെ പൊട്ടി നിൽപ്പാണ്. ഇതാണ് ആ ഗ്രൂപ്പിൻ്റെ അവസ്ഥ. 2ാം സ്ഥാനമെങ്കിലും പിടിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് കൃത്യമായ ധാരണയുള്ളതുകൊണ്ട് ഓസ്ട്രേലിയ ഇന്ന് മെയ് മറന്നൊരു പോരാട്ടത്തിന് ഇറങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് പള്ളിക്കലയിലാണ് രാത്രി 7 മണിക്ക് കളി. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയക്ക് ഇനി നോ റൂം ഫോർ എറർ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു തെറ്റ് വരുത്താൻ ഇനി പറ്റില്ല. മാത്തമാറ്റിക്കലി ഈ കളി തോറ്റാലും അവർ പുറത്താവില്ല എന്ന് പറഞ്ഞാൽ പോലും പിന്നെ മിറക്കിൾ സംഭവിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളവും അവർക്കും ജയിക്കണം. കാരണം എന്താണെന്നറിയോ? ഈ കളി തോറ്റാൽ പിന്നെ സിംബാബ്വെക്കെതിരെയാണ് കളിയുള്ളത്. സിംബാബ്വെ ആണെങ്കിൽ വല്ലാതെ ചാർജ്ഡ് അപ്പായിട്ട് നിൽക്കുകയാണ്. പണി കിട്ടിയാൽ അവസാനം വരെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയാൽ വലിയ നഷ്ടമായിരിക്കും അത് ഹോം കൺട്രിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്റ്റ് കൺട്രി മത്സരം വിജയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മികച്ച പോരാട്ടത്തിലേക്ക് ഇറങ്ങും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടിയാൽ മൈറ്റി ഓസീസ് പുറത്തേക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈ മൈറ്റിയൊക്കെ ഉണ്ടാവണം സൂപ്പർ 8-ൽ. അപ്പോഴാണല്ലോ വേൾഡ് കപ്പ് ഒരു മൈറ്റി ആവുള്ളൂ. മൈറ്റി തരം ഇനിയും തുടരണം. അപ്പോൾ ഇന്നത്തെ കളി അവർ തോൽക്കാതിരിക്കട്ടെ. ലഭ്യമാവുന്ന വിവരങ്ങൾ 2 ടീമിൻ്റെയും ടീം ന്യൂസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീലങ്കക്ക് 1-2 ഇഷ്യൂസ് ഉണ്ട്. ഒന്നാമത്തത് അവർ ഹേമന്തയെ കളിപ്പിക്കുന്ന തുടരണമോ അതല്ല ഒരു എക്സ്ട്രാ സീമറെ കൊണ്ടുവരണമോ എന്ന് പറയുമ്പോൾ പ്രമോദ്, മധൂഷൻ ഒക്കെ സ്ക്വാഡിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ടീമിൻ്റെ ബാലൻസ് തന്നെ മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് ചരിത് അസലങ്കയെ ഉൾപ്പെടുത്തുക സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായിട്ട്. കാമിൽ മിഷാരയുടെ സ്പോട്ട് അണ്ടർ പ്രഷറിലാണ്. 1-2 ലോ സ്കോറിംഗ് പ്രകടനം വന്നിട്ടുണ്ട്. കുശാൽ പെരേര ആൾട്ടർനേറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾക്കുള്ള സാധ്യത ശ്രീലങ്കയുടെ സ്ക്വാഡിലുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബബിൾ 11 എന്ന് പറഞ്ഞാൽ പതു നിസാങ്ക, കാമിൽ മിഷാര, കുശാൽ മെൻഡിസ്, പവൻ രത്നായകെ, ദാസുൻ ഷനാക്ക, കാമിൻഡു മെൻഡിസ്, ദുനിത് വെള്ളലകെ, ദൂഷൻ ഹേമന്ത അല്ലെങ്കിൽ ചരിത് അസലങ്ക, ദെൻ ദുഷ്മന്ത ചമീര, പിന്നെ മഹീഷ് തീക്ഷണ, മദീഷ പതിരാന. ഓസ്ട്രേലിയയുടെ കാര്യത്തിൽ പരിക്ക് വല്ലാതെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. മാർഷ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഒരു പക്ഷേ അദ്ദേഹം സ്ക്വാഡിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഇന്ന് കളിച്ചേക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്റ്റോയിനിസിന് ഒരു പക്ഷേ സീരിയസ് ഇഞ്ചുറി ഒഴിവായി പോയി എന്ന് പറയാം. അദ്ദേഹത്തിനൊരു ബ്ലോ കിട്ടിയിരുന്നല്ലോ സിംബാബ്വെക്കെതിരെയുള്ള കളിയിൽ നിന്ന്. സ്റ്റീവൻ സ്മിത്ത് ഇപ്പോൾ സ്ക്വാഡിനോടൊപ്പം ഉണ്ട്. പക്ഷേ ഒഫീഷ്യലി അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഒരു കവർ എന്ന നിലയിൽ, ഒരു റിസർവ് എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ സ്ക്വാഡിനോടൊപ്പമുണ്ട്. ഇപ്പം മാർഷ് ഫിറ്റാണെങ്കിൽ ഒരു ബിഗ് കോള് അവർക്ക് എടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഹൂ മിസ് ഔട്ട്. ഇപ്പോൾ റൺഷോ കഴിഞ്ഞ കളിയിൽ നന്നായിട്ട് പെർഫോമൻസ് നടത്തിയതാണ്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താനും പറ്റില്ല. അദ്ദേഹം വളരെ ഇംപ്രസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയതാണ്. അപ്പോൾ ഗ്ലെൻ മാക്സ്വെൽ ഓർ കാമറൺ ഗ്രീൻ, ഇതിൽ ആരെ ഒഴിവാക്കും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു വരും. നോക്കാം നമുക്ക് എന്തായിരിക്കും ഓസ്ട്രേലിയയുടെ പ്രോബബിൾ 11 എന്ന്. മിച്ചൽ മാർഷ്, ട്രാവിസ് ഹെഡ്, ജോഷ് ഇംഗ്ലീസ്, ടിം ഡേവിഡ്, മാറ്റ് റൺഷോ, ദെൻ സ്റ്റോയിനിസ്, മാക്സ്വെൽ, സേവിയർ ബാറ്റ്ലെറ്റ്, നഥാൻ എല്ലീസ്, അദം സാംബ, മാറ്റ് കുഞ്ഞമൻ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 11. എന്തായാലും നല്ലൊരു പോരാട്ടം ഇന്ന് പള്ളിക്കലയിൽ നടക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എഴുതാം.